എഎംഎംഎയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ വോട്ട് ചെയ്യാനെത്താത്ത പ്രമുഖരെ പറ്റിയാണ് ചർച്ചകൾ ഉയരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 70% പോളിംഗെങ്കിൽ ഇക്കുറി അത് 58% കുറഞ്ഞു. എഎംഎംഎയുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ നടി ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാദ്യമായാണ് എഎംഎംഎയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നത്. 20 വോട്ടിനാണ് ശ്വേതാ മേനോൻ വിജയിച്ചത്. ശ്വേതയ്ക്ക് 159 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഒപ്പം മത്സരിച്ച ദേവന് 132 വോട്ടുകളാണ് ലഭിച്ചത്. 6 വോട്ടുകൾ അസാധുവായി മാറി. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടു. കുക്കു പരമേശ്വരനും രവീന്ദ്രനുമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അതേസമയം ഇക്കുറി പോളിംഗ് ശതമാനത്തിൽ രേഖപ്പെടുത്തിയ ഇടിവ് ചർച്ചയാവുകയാണ്. ആകെ 504 അംഗങ്ങളാണ് അസോസിയേഷനിലുള്ളത്. 357 പേരായിരുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തത്. അതായത് 70% കഴിഞ്ഞ തവണത്തെ പോളിംഗെങ്കിൽ ഇക്കുറി കടുത്ത മത്സരം നടന്നിട്ടും 12% ഇടിവോടെ 298 പേരാണ് വോട്ട് ചെയ്തത്. റിപ്പോർട്ടുകൾ പ്രകാരം 58% ഇത്തവണത്തെ പോളിംഗ്. ചില പ്രമുഖ താരങ്ങൾ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതും ചർച്ചയാണ്. മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ആസിഫ് അലി, ജയറാം, ഇന്ദ്രജിത്ത്, ഉർവശി തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നില്ല. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച ജയൻ ചേർത്തലയ്ക്കും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നാസർ ലത്തീഫാണ് മത്സരിച്ചത്. ഉണ്ണി ശിവപാലിനെതിരെ അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ സ്ഥാനത്തേക്ക് നേരത്തെ 13 പേർ പത്രിക സമർപ്പിച്ചിരുന്നു. എന്നാൽ അൻസിബ ഒഴികെ മറ്റു 12 പേരും പത്രിക പിൻവലിക്കുകയായിരുന്നു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 13 പേരാണ് മത്സരിച്ചത്. ഇതിൽ 4 സീറ്റ് വനിതാ സംവരണമാണ്. 7 ജനറൽ സീറ്റുകളും. കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയ് മാത്യു, നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.